ഞാനിപ്പോൾ നിൽക്കുന്ന ഹോട്ടൽ മഹാദേവ വെങ്കട്ടരാമ അയ്യർക്ക് കടയിലും ഇതിലാണ്. നമ്മുടെ സ്വപ്ന പദ്ധതിയായ സുരക്ഷാ പദ്ധതിയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്നിയും അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ യോഗത്തിൽ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ KHR അതിൻ്റെ സഹായത്തിനെ കൊണ്ട് വിതരണം ചെയ്തിട്ടുണ്ട്. KHR സുരക്ഷാ ഫണ്ട് പദ്ധതി എന്ന് പറയുന്നത് കടയുടമക്കും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും ഒപ്പം തൊഴിലാളികളെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വൈദ്യുതി യോഗത്തിന് ശ്രീ വെങ്കിട്ടരാമ അയ്യർ അദ്ദേഹം ദീർഘകാലം സംഘടനയുടെ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ടും സെക്രട്ടറിയായിട്ടും ദീർഘകാലം പ്രവർത്തിച്ചൊരു വ്യക്തിയായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഫണ്ട് വിതരണം ചെയ്തു. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് അതോടൊപ്പം വർക്ക് ചെയ്ത ഫണ്ടിൻ്റെ സീനിയർ നേതാവായ സോമശേഖരനാണ്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ യൂണിറ്റിൻ്റെ രക്ഷാധികാരി കൂടിയാണ്. നമ്മുടെ യൂണിറ്റിൻ്റെ നിലവിലെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ശ്രീ വെങ്കിട്ടരാമ അയ്യർ. അദ്ദേഹത്തോട് നമുക്ക് ഈ പദ്ധതികളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ലഭിച്ച സഹായധനം കുറിച്ച് കൂടുതലായി നമുക്ക് കാലത്തിനനുസരിച്ച് മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് KHR. KHRയുടെ സ്വപ്ന പദ്ധതിയാണ് കുടുംബ സുരക്ഷാ പദ്ധതി. അതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മളോടൊപ്പം വൈക്കത്തുള്ള സ്വാമി സംസാരിക്കാനുള്ളത്. അപ്പോൾ ഈ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇത് ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ്. സാധാരണ ജനങ്ങൾക്ക് അതായത് വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. ഇത് കുറേ കൂടി പുരോഗമിക്കണം എന്നാണ് എൻ്റെ ആശയം. കുറേ കൂടി പുരോഗമിക്കണം എന്ന് പറയുമ്പോൾ കൂടുതൽ അംഗങ്ങൾ അതിനകത്തോട്ട് വരണം എന്നാണ് താങ്കൾ അഭിപ്രായപ്പെടുന്നത് അല്ലേ? അതെ അതെ, ശരിയാണ്. കൂടുതൽ ആളുകളെ അംഗസംഖ്യ കൂട്ടണം. ഈ കഴിഞ്ഞ ദിവസം നടന്ന KHR സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു മീറ്റിങ്ങിൽ വെച്ച് നിങ്ങൾക്ക് ധനസഹായം ലഭിക്കുകയുണ്ടായി. അപ്പം ആ ഒരു സഹായത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ചിന്തയിലേക്ക് വരുന്നത്? ഇതുപോലെ തന്നെ എനിക്ക് ലഭിക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് പരസ്പര സഹായ നിധി എന്ന രീതിയിൽ അല്ലേ? അതെ. അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ തൊഴിലാളികളെ എല്ലാവർക്കും ഒരു ആശ്രയം ആകുന്ന രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പുതിയ ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ വിലവർധന നമുക്കറിയാം. നമ്മൾ ഹോട്ടലിലെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ഒരു അവസരത്തിൽ ഈ സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കൂടെ ഒന്ന് പറയാമോ? ഈ സുരക്ഷയുടെ പ്രാധാന്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഒരു തവണ അടച്ചാൽ നല്ലതാണ്. ഒന്ന്, അത് എങ്ങനെ കഷ്ടപ്പെട്ട് മടക്കാനും അത് നമുക്ക് യാതൊരു നഷ്ടവും കൂടാതെ നമ്മൾ അത്യാവശ്യമായ സമയം വരുമ്പോൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് എന്ന് പറയും. താങ്ക് യു. ഇന്ന് സുരക്ഷാ പദ്ധതിയുടെ സഹായധനം അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ലഭിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് ഈ KH ന്യൂസിന് വേണ്ടി സംസാരിച്ചത്. എല്ലാ അംഗങ്ങളും അതിനകത്ത് പങ്കാളിത്തം, അതായത് മാക്സിമം ആൾ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ KHR എന്ന സംഘടന ആവിഷ്കരിച്ചിരിക്കുന്ന ഈ കുടുംബ സുരക്ഷാ പദ്ധതി എല്ലാവരും അംഗങ്ങളാകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. KH ന്യൂസിന് വേണ്ടി വിജയ്. താങ്ക് യു. KHRയുടെ സുരക്ഷാ പദ്ധതിയായ കുടുംബ സുരക്ഷാ പദ്ധതി എല്ലാ അംഗങ്ങളെയും ചേർത്തുകൊണ്ട് ഈ പദ്ധതിയെ വൻ വിജയമാക്കി തീർക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പദ്ധതിക്ക് എല്ലാ ആശംസയും ഞാൻ അർപ്പിക്കുന്നു. ഈ പദ്ധതിക്ക് എല്ലാ ആശംസകളും ഞാൻ
ഷൂട്ടിംഗ് കഴിയുന്നത് 5 പൈസ കൊടുക്കുക